രശീത് കുറ്റും പിടിച്ച് പിരിവിന് ഇറങ്ങിയാൽ മാത്രമൊന്നും ഒരു കാര്യം നടക്കാം. അപ്പോഴാണ് ശശിയായിട്ട് ഐഡിയ പറഞ്ഞത്. വേറൊന്നുമല്ല, ഇവിടുത്തെ ലിസ്റ്റില് പുതിയൊരു പൂജ കയറ്റുന്ന കാര്യം. ഈ സന്തോഷവും സമാധാനവും ഇല്ലാത്ത വീട് ഇത് നടത്തിയാല് അതൊക്കെ വരുമെന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു പൂജ. അല്ല, ഈ പൂജ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മനസ്സിലായി. എടാ, ഈ ബെഞ്ചിന് പോയി കേട്ടിട്ടില്ലേ? അതിന്റെ നമ്മുടെ വർഷം അവിടെ അച്ഛൻ നടത്തുന്നു, ഇവിടെ വെളിച്ചപ്പാട് നടത്തുന്നു. ഗ്രഹപൂജ എന്ന് പേരുവിടാം. വീട്ടിൽ നിന്ന് 10 വെച്ച് പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോക്കോളും. ആൾക്കാരെ തുടങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിലേ നമുക്ക് തെക്കേമുറിയിലെ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ തുടങ്ങാം. അവിടെ ചെറിയ പോവച്ചിലൊക്കെ ഞാനിപ്പോ അവിടെ വരുന്നേ. അടിപൊളി. എന്നാ പിന്നെ അവിടെ ഒന്ന് വിട്ടു നോക്ക്. എനിക്കൊരു അഭിപ്രായം ഉള്ളത്, കൃഷ്ണകുമാറിന്റെ വീട്ടിൽ നടത്തി കഴിഞ്ഞാല് ലിസ്റ്റ് കയറ്റുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീട്ടിൽ നടത്തി നന്നായിരിക്കും. കാശിട്ടുണ്ട് തന്നെ. താല്പര്യം ഉണ്ടെങ്കിൽ മറ്റംഗങ്ങൾ നടത്തിക്കോട്ടെ. അങ്ങനെ ആവുമ്പോൾ റീച്ച് കിട്ടും. റിസൾട്ട് ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ കഴിഞ്ഞാല് പിന്നെ പരിപാടി വർക്കായി. അല്ല, ഈ ഫണ്ട് സെറ്റായി കഴിഞ്ഞാലേ നമ്മുടെ എഫേർട്ടിനുള്ളതൊക്കെ അതൊന്നും എടുക്കാമല്ലോ അല്ലേ? നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഈ പൂജ നടത്തിയ റിസൾട്ട് ഉണ്ടാവുന്ന നാട്ടുകാരെ ധരിപ്പിക്കാനാണല്ലോ കാശ് മുടക്കി നമ്മുടെ വീട്ടിൽ തന്നെ നടത്തണമെന്ന് പറയുന്നത്. പക്ഷെ ഇതിനെ കൊണ്ട് റിസൾട്ട് ഇല്ലെന്ന് നമുക്കറിയാലോ. പിന്നെ നമ്മൾ വെറുതെ കാശുള്ളത് എന്തിനാ? ലോജിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം.